ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കെന്നാൽ അടുത്ത പാർട്ടിലേക്ക് പോയാലോ? ഇത് നമ്മുടെ 15ാമത്തെ പാർട്ടാണ്. അങ്ങോട്ട് മാറി നിൽക്ക്, ഹൈറ്റും ഇല്ല ബുദ്ധിയില്ല, കൂട്ടി നിക്കറിട്ട് ഇറങ്ങിക്കോളും. പാർവണിയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞ ശിവ ഗേറ്റ് തുറന്നു. ഇയാക്കപ്പ ചിരിക്കാനൊക്കെ അറിയാലേ, ഇനി ഹൈറ്റിലൊന്നും ഒരു കാര്യമില്ല. അത് പറഞ്ഞവൾ തിരിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് നടന്നു. പോകുന്ന വഴി ദേവയെ നോക്കി ഒന്ന് ചിരിക്കാനും അവൾ മറന്നില്ല. പാർവണിയെ തിരിച്ച് വീട്ടിലെത്തിയതും അവളെ നോക്കി വാതിൽ ചാരി രേവതി നിൽക്കുന്നുണ്ടായിരുന്നു. പാർവതിയെ കണ്ടതും രേവതി ഒന്ന് ആക്കി ചിരിച്ചു. നീ എന്തിനടി വെറുതെ വിളിക്കണേ? പാർവണ അവളെ നോക്കി ചോദിച്ചു. നീ എന്തിനീ ആവശ്യമില്ലാത്ത പണിക്ക് പോയേ? രേവതി ചിരിയോടെ ചോദിച്ചു. എന്തു പണിക്ക്? പാർവണ മനസ്സിലാവാതെ ചോദിച്ചു. ഞാൻ കണ്ടു, ഗേറ്റ് തുറക്കാൻ പറ്റാണ്ടേ. ബാക്കി പറയാതെ രേവതി നിന്ന് ചിരിക്കാൻ തുടങ്ങി. ഓ, വലിയ കാര്യമായിപ്പോയി. മനുഷ്യനെ എത്തുന്ന ഹൈറ്റിൽ ഗേറ്റ് വെച്ചാലല്ലേ തുറക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നിനക്ക് ഹൈറ്റ് ഇല്ലാണ്ടല്ല അല്ലേ? ദേവു, കുറച്ച് ഹൈറ്റ് നിനക്കുണ്ടെന്ന് വെച്ചിട്ട് നീ എന്നെ വെറുതെ കളിയാക്കാൻ വരണ്ടാട്ടാ. അവൾ ദേഷ്യത്തോടെ പറഞ്ഞകത്തേക്ക് നടന്നു. ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞ് കളിയാക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല എന്ന് രേവതിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് അവളെ ദേഷ്യം പിടിപ്പിക്കാൻ രേവതി ഉയരയില്ല എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. തുമ്പി, നിനക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റൊക്കെ ഉണ്ട് ട്ടാ. പാർവണ കണ്ണാടിയിൽ നോക്കി സ്വയം പറഞ്ഞു. ഇനിയിപ്പോൾ ഹൈറ്റ് കുറവാണെങ്കിലും എന്താ, നീ നല്ല സ്മാർട്ടല്ലേ, സൂപ്പറല്ലേ, പൊള്ളിയല്ലേ? അവൾ കണ്ണാടിയിൽ നോക്കി സ്വയം മോട്ടിവേറ്റ് ചെയ്തു. എടി, നീ അത് വിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. നിനക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റൊക്കെ ഉണ്ട്. കണ്ണാടിയിൽ നോക്കി പെറുവിറുക്കുന്ന പാർവണിയെ പിന്നിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് രേവതി പറഞ്ഞു. ഇല്ല, നീ വെറുതെ പറയാ, എനിക്കറിയാം ഞാൻ ഉണ്ടാപ്പിയാണെന്ന്. രേവതിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പാർവണ പറഞ്ഞു. ഉണ്ടാപ്പിയോ? അതെന്താ? രേവതി ചിരിച്ചുകൊണ്ട് ചോദിച്ചതും പാർവണ കണ്ണ് നിർത്തി അവളെ നോക്കി. സോറി, ഞാൻ അറിയാണ്ട് ചിരിച്ചതാ. നീ നല്ല ഹൈറ്റുണ്ട് കേട്ടാ. അല്ല, നോക്കിക്കേ, എന്നേക്കാളും ഉയരണ്ട് നീ. പാർവണ രേവതിയുടെ അടുത്ത് നിന്നുകൊണ്ട് ഹൈറ്റ് നോക്കി പറഞ്ഞു. അതിനെന്താ, ഞാൻ കുറച്ച് കുനിഞ്ഞ് നോക്കിയേയില്ലേ? രേവതി കുറച്ച് കുനിഞ്ഞ് പാർവണയ്ക്കൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞതും പാർവണയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഇത്ര സില്ലി കാര്യത്തിന് എൻ്റെ തുമ്പിക്കുട്ടി ഇങ്ങനെ സങ്കടപ്പെടല്ലേട്ടാ. അവളുടെ കവളെ പിടിച്ച് വലിച്ചുകൊണ്ട് രേവതി പറഞ്ഞു. ടോൾ ബോയ് ഷോർട്ട് ഗേൾ ഡെഡ്ലി കോമ്പിനേഷൻ. ഇപ്പോൾ സെയിം ഹൈറ്റുള്ള നമ്മളോ? നീ വെറുതെ കണ്ണി കണ്ട ചവർ വീഡിയോസ് കണ്ട് ഓരോന്നും പറയാൻ നിൽക്കണ്ട. അവളും അവളുടെ ഒരു ഷോർട്ട് ഗേളും. ആ ഫോൺ എടുത്ത് വെച്ച് വല്ലതും രണ്ടക്ഷരം പഠിക്കാൻ നോക്ക്. ശിവ അവളുടെ തലക്കിട്ട് കൊട്ടിക്കൊണ്ട് പറഞ്ഞു. നീ എന്താ ശിവ ഇത്ര പഴഞ്ചനാവണേ? ടോൾ ബോയ് ഷോർട്ട് ഗേൾ കലിപ്പൻ്റെ കാന്താരി ഇതൊന്നും ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. നിനക്ക് പിരാന്താണ് പെണ്ണെ, കലിപ്പൻ്റെ കാന്താരിയാ എന്നിട്ട്? അതൊന്നും നിന്നെ പോലെയുള്ള പാൽക്കുപ്പിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഈ ദേഷ്യം എന്ന് പറഞ്ഞ വികാരമൊന്നുമില്ലേ? എന്തു പറഞ്ഞാലും ഇങ്ങനെ ചിരിച്ചോളൂ. നമ്മൾ വെറുതെ കുറേ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? നമ്മളിങ്ങനെ എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കണം. അതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. നിന്നോട് ഇതൊക്കെ പറയാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവൾ തലക്കിട്ട് കൈവച്ചുകൊണ്ട് പറഞ്ഞു. സത്യ, പിണങ്ങി പോവല്ലേ? ശിവ അവളുടെ കൈ പിടിച്ച് തൻ്റെ അരികിലേക്ക് ഇരുത്തി അവളുടെ തോളിലൂടെ കൈയിട്ടു. എടി, ഒരുമിക്കുമ്പോൾ സുന്ദരാവുന്ന എന്തും ഡെഡ്ലി കോമ്പിനേഷനാണ്, അല്ലാതെ ഇങ്ങനെയാണെങ്കിൽ മാത്രം എന്നൊന്നുമില്ല. ആണോ? അതേനേ, നിനക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ നിന്നെ ഉപേക്ഷിച്ച് ഞാൻ വേറെ ഏതെങ്കിലും ഹൈറ്റില്ലാത്ത പെണ്ണിനെ കണ്ടുപിടിച്ച് പ്രേമിക്കാം. അങ്ങനെ ചെയ്താൽ നിന്നെ ഞാൻ കൊല്ലും, അവളെയും കൊല്ലും, എന്നിട്ട് ഞാനും മരിക്കും. അവൾ അവൻ്റെ കഴുത്തിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പഴയ ഓർമ്മകൾ ശിവയുടെ മനസ്സിനെ ചുട്ടുപൊള്ളിച്ചു. അവൻ കയ്യിലിരുന്ന വോഡ്ക കുപ്പി മുഴുവനായി വായിലേക്ക് കമഴ്ത്തി. ശിവ, നീ എന്തേ കാണിക്കണേ? ദേവ അവൻ്റെ കയ്യിലെ കുപ്പി പിടിച്ചു വാങ്ങി ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്ക് പഴയതെല്ലാം മറന്നൊന്ന് ഉറങ്ങണം ദേവ. അതിന് ഇതാണ് ഒരു പോം വഴി. നീ പഴയതെല്ലാം മറന്നോ? ഒരു വട്ടം ആ നശിച്ച കുട്ടി കാരണം മരണത്തിന്റെ വക്കത്തെത്തിയതല്ലേ നീ?
ഇനി വീണ്ടും നശിക്കാനാണോ നിന്റെ ഉദ്ദേശം? അല്ല ദേവ, ഇന്ന് മാത്രം ഒരു ബോട്ടില് അതിങ്ങ് താ പ്ലീസ്. ശിവ ദയനീയമായി അവനെ നോക്കി യാചിച്ചു. എന്നാ കുടിച്ച് നശിക്കേ മരിക്കേ എന്താന്ന് വെച്ചാൽ ചെയ്യ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കാൻ നിനക്ക് പറ്റില്ലല്ലോ. ഞാൻ നിന്റെ ആരുമല്ലല്ലോ. ദേവ കയ്യിലുള്ള കുപ്പി ശിവയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ദേഷ്യത്തോടെ റൂം തുറന്ന് പുറത്തേക്ക് പോയി. ആരുമില്ലാത്ത എൻ്റെ ലോകത്തിലേക്ക് ആരൊക്കെയോ ആയി വന്ന് കുറേ നിറമുള്ള സ്വപ്നങ്ങളും ഓർമ്മകളൊക്കെ സമ്മാനിച്ച് അവസാനം എന്നെ തനിച്ചാക്കി പോയില്ലേ നീ സത്യ. ഒരിക്കലും കൈവിടില്ല എന്ന് എൻ്റെ കൈ പിടിച്ച് പറഞ്ഞിട്ട് അവസാനം എന്നെ നീ ഒറ്റയ്ക്കാക്കി പോയില്ലേ സത്യ. ശിവ കരഞ്ഞുകൊണ്ട് അലറി പറഞ്ഞതും കയ്യിലുള്ള വോഡ്കയുടെ ബോട്ടിൽ നിലത്തേക്ക് എറിഞ്ഞു. നീ പറഞ്ഞല്ല സത്യമാണ് തുമ്പി, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യദേവു, ഇതെല്ലാം എന്നോട് പറയണേ കണ്ണമ്മന്നേ. എന്നിട്ട് നീ ഇത് ശിവസാറിനോട് പറഞ്ഞോ? ഇല്ല, ഈ കാര്യം ഇനി അയാളോട് പറഞ്ഞാൽ മതി. അയാൾക്ക് എന്നെ കാണുന്നതേ ദേഷ്യമാണ്. എനിക്കാണെങ്കിൽ അയാളെ കണ്ണെടുത്ത കണ്ടൂടാ. നീ ഇങ്ങനെയൊന്നും പറയില്ലടി. നീ തന്നെ ഇത് സാറിനോട് പറയണം. ചിലപ്പോൾ സാറിന് നിന്നോടുള്ള ദേഷ്യം ഇതോടെ മാറിയാലോ. എനിക്കൊന്നും വയ്യ, നീ തന്നെ പറഞ്ഞാൽ മതി. പറ്റില്ല, നീ തന്നെ ഇത് പറയും. രേവതി തർപ്പിച്ച് പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. കമൻ്റ് ഇടാൻ മറക്കല്ലേ കേട്ടാ.